നമസ്കാരം, വിനിയാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഇതുപോലൊരു പാത്രം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ വേണം ഇതൊന്നും ചൂടാക്കിയിട്ട് എടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പം നല്ല ഒരു സ്മെല്ല് വരും കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി ചൂടായി കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കരിഞ്ഞു പിടിക്കുകയൊന്നും ചെയ്യരുത്. ആ രീതിക്ക് ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലോട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 2-2.5 സ്പൂണോളം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുപ്പ് ചേർക്കേണ്ട, കല്ലുപ്പാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ട് കല്ലുപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒത്തിരി അങ്ങോട്ട് കരിയണ്ട, ഒരു കളറൊന്ന് മാറി വരുന്ന ഇതുണ്ട്. ഈ ഒരു കളറൊന്ന് ആകുമ്പോഴേക്കും നമുക്ക്, അതായത് ഇപ്പോൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക്. അപ്പോൾ ആ ഒരു പരുവം ആകുമ്പോഴേക്കും നമുക്കിത് പതുക്കെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചൂടോടുകൂടി തന്നെ, ആറാൻ നിൽക്കണ്ട, ചൂടോടുകൂടി തന്നെ നമുക്കിതുപോലെ ഒരു കോട്ടൻ്റെ ഒരു ചെറിയൊരു കഷ്ണം തുണി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഇടണം കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു കിഴി രൂപത്തിലേക്ക് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇതുപോലൊന്ന് ചുരുട്ടി ഒരു കിഴി രൂപത്തിൽ ആക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വള്ളി ഇട്ടിട്ടൊന്ന് കെട്ടിയും കൂടി കൊടുക്കാം. നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ കെട്ടേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് മുറുക്കൊന്ന് പിടിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം കേട്ടോ. നമുക്ക് കാലുവേദന, കൈവേദന, സന്ധിവേദന ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് പെട്ടെന്ന് നമുക്കതൊന്ന് കുറയ്ക്കാനായിട്ടുള്ള ഒരു വഴിയാണിത്. തലവേദനയൊക്കെയുള്ള സമയത്ത് ഒക്കെ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേദനകളിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതായിരിക്കും. മുട്ടുവേദനയൊക്കെ ഉള്ളവർ ഇതുപോലൊന്ന് വെച്ചിട്ട്, ഇത് നല്ല ചൂടാണല്ലോ, അപ്പോൾ ആ ചൂടനുസരിച്ചിട്ട് നിങ്ങൾ പതുക്കെ ഇതുപോലൊന്ന് ചൂട് പിടിക്കുക. ചൂട് ഇനിയിപ്പോൾ ഇത് തണുത്ത് പോയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് നമ്മുടെ ദോശക്കല്ലൊക്കെ ഇല്ലേ, അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വീണ്ടും ഇത് നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ ചൂട് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാലുവേദന, കൈവേദന, ജോയിൻറ്റ് പെയിന്, എന്ത് തരം വേദനയാകട്ടെ, നടുവേദനയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2. ഞാനിവിടെ കുറച്ച് സവാള കനം കുറച്ചൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സവാള അരിയുമ്പോൾ ഇതേപോലെ കട്ടയായിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാള പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സവാള ബിരിയാണിക്ക് വേണ്ടിയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ലൊരു കളറോട് കൂടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചെന്ന് പറഞ്ഞ് ഒരുപാടല്ല, ഏകദേശം ഒരു 2 നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചിട്ട് എടുക്കണം. ഈ കട്ടയെല്ലാം നമ്മൾ ഇങ്ങനെ കൈ വെച്ചൊന്ന് തിരുമുമ്പം തന്നെ ആ അല്ലികളെല്ലാം നമുക്കിതുപോലെ ഒന്ന് വേർപെട്ട് കിട്ടും. അപ്പോൾ ഇതുപോലൊന്ന് ഏകദേശം നല്ലപോലെ ഒന്ന് തിരുമിയതിന് ശേഷം വേണം നമ്മളിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ച് ഇങ്ങനെ സവാള നന്നായിട്ട് വറുത്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ സവാള നോക്കിക്കേ, നന്നായിട്ട് തന്നെ അത് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സവാള ഇതേപോലൊന്ന് ഫ്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 3. ഞാനിവിടെ ഒരു കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു സേഫ്റ്റി പിന്നും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്പ് കുരുമുളകും ഈ ഒരു പിന്നും വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കുരുമുളകിൽ നമുക്ക് ഈ പിന്നൊന്ന് കുത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കയ്യിലൊന്നും കൊള്ളരുത്, സൂക്ഷിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാനതൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു മെഴുകുതിരിയാണ്, അല്ലെങ്കിൽ ലൈറ്റർ ഉണ്ടെങ്കിൽ ലൈറ്റർ എടുത്താലും മതി. നമ്മളിതൊന്ന് കത്തിക്കാൻ പോവാം. അപ്പോൾ ഇതിങ്ങനെ കത്തി ആ കുരുമുളകിലേക്ക് ആ ഒരു തീ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് പുകയുന്നതായിട്ട് വരും. അപ്പോൾ ഈ ഒരു പുക നമ്മൾ ശ്വസിക്കുവാണെങ്കിൽ
നമ്മുടെ ജലദോഷം, അതുപോലെ തന്നെ തൊണ്ടവേദന, ഇതിൽ നിന്നെല്ലാം നമുക്ക് നല്ല ഒരു ആശ്വാസം കിട്ടും. നമുക്ക് മൂക്കടപ്പൊക്കെ ഉള്ള ആ ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. മൂക്കൊക്കെ ആ ഒരു അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയൊക്കെ മാറുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ജലദോഷവും പനിയും അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ജലദോഷവും അതുപോലെ മൂക്കടപ്പും ഒക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ഈ ഒരു പുക പതുക്കെ ഇങ്ങനെ ഒന്ന് ശ്വസിക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ല. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 4. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് കേട്ടോ. പലർക്കും അറിയത്തില്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് വാഴച്ചോട്ടിലാണ് നിൽക്കുന്നത്. സാധാരണ നമ്മൾ വാഴക്കുലയൊക്കെ വെട്ടിയതിന് ശേഷം ആ വാഴ നമ്മൾ വെട്ടി നശിപ്പിച്ച് കളയാറാണ് പതിവ് അല്ലേ. എന്നാൽ ഇനി അങ്ങനെ വാഴക്കൊല വെട്ടിയതിന് ശേഷം ആ ഒരു വാഴ കളയണ്ട, നമുക്ക് നല്ലൊരു ഉപകാരമുണ്ട്, നല്ലൊരു മെഡിസിനൽ ഉപകാരമാണ് കേട്ടോ. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഈ വാഴ ഇവിടെ വെച്ചിട്ടൊന്ന് വെട്ടിക്കളയാണ്. ഇതിൻ്റെ മണ്ടഭാഗം നമുക്ക് വേണ്ട. അപ്പം മുകൾ ഭാഗം ഞാനിതുപോലെ ഈ ഒരു ലെവൽ വെച്ചിട്ടങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി ഇതിൻ്റെ ഈ താഴ്ഭാഗം നിൽക്കുന്നത് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഉണങ്ങിക്കിടക്കുന്ന ഒരു പോളയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഈ വാഴത്തട വൃത്തിയാക്കുക. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ ഈ ഒരു പിണ്ടി വരുന്നോടെ ഇല്ല, ഈ നടുഭാഗത്ത് നിന്ന് നമുക്ക് ഇതൊന്ന് തുരന്നിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ കത്തിയോ പിച്ചാത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിതിൻ്റെ കറക്റ്റ് നടുഭാഗം ഒന്ന് തുരന്ന് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അപ്പം ഒരു കുഴി പോലെ, ഒരു ഓലി പോലെ നമുക്കിങ്ങനെ ഒന്ന് കുഴിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഉണ്ണിപ്പിണ്ടിയുടെ ആ ഒരു ഭാഗമാണ് നമ്മളിങ്ങനെ തുളച്ച് എടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും ഒരു ആഴത്തിൽ ഞാനിത് തുളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനിത് ഈ ഒരു അളവ്, ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇങ്ങനെ ഇതിൻ്റെ അകത്തൊക്കെ വീണതെല്ലാം ഒന്ന് പുറത്തേക്കൊന്ന് എടുത്ത് കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണേ. നമ്മൾ ഈ പിണ്ടിയുടെ അംശമൊക്കെ തരിതരിയായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അതെല്ലാം ഒന്ന് പുറത്തേക്കൊന്ന് എടുത്ത് ക്ലീൻ ആക്കിയിട്ട് വയ്ക്കുക. ഇതിലോട്ട് ഇനി നമ്മൾ ഒരു 2 നുള്ള് ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ഇടാം. ഇനി നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അതല്ലെങ്കിൽ കൽക്കണ്ടവോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഈ വാഴത്തടയിൽ ഇതെന്താണ് ചെയ്യുന്നത് എന്ന് പറയാട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ സംഭവം എന്ന് പറയാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ജ്യൂസാണ് നമ്മൾ ഈ വാഴത്തടയിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഷുഗർ, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഇനി ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും കൂടെ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ നമ്മൾ വാഴ വെട്ടുമ്പം ഇതേപോലെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ശരീരത്തിനൊക്കെ ഒരു നല്ല ഉന്മേഷമൊക്കെ കിട്ടും കേട്ടോ. ഇതിൽ നിന്നും വരുന്ന ആ ഒരു വെള്ളം നമ്മൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മളൊരു സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൽ നിന്നുള്ള ഒരു ജ്യൂസ് നമ്മൾ എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളിത് മൂടി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ടിട്ട് ഇത് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് കവർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴ വഴിയാണല്ലോ താപ്പാമ്പ് അല്ലെങ്കിൽ എന്താ പറയുന്നത് അച്ചിൽ, ഒച്ച് ഇതൊക്കെ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ വാഴ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പം മൊത്തം അടിഭാഗം എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വിഷമൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കയറി വരും. അതുപോലെ തന്നെ നമ്മളിത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് മൂടി കെട്ടി വെക്കുകയും വേണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒന്നും കയറത്തില്ല കേട്ടോ. അട്ടയോ പുഴുവോ ഒച്ചോ താപ്പാമ്പോ ഒന്നും കയറത്തില്ല. അപ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്തു. അതിനുശേഷം ഇനിയിപ്പം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കൂടെ വെച്ചിട്ട് ഞാനൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടണം എന്ന് ഞാൻ പറയത്തില്ല. പ്ലാസ്റ്റിക് കവർ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഈ കവുങ്ങിൻ്റെയൊക്കെ പാളയുണ്ടെങ്കിൽ ആ പാളയൊന്ന് വെച്ച് ഇതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന പോലെ ഒന്ന് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ പാളയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിങ്ങനെ നമുക്കൊരു 8 മണിക്കൂർ നേരത്തെ നമുക്കിതൊന്ന് വെക്കാം കേട്ടോ. വൈകുന്നേരമാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് രാവിലെ എടുക്കാം. പകലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 8 മണിക്കൂറെങ്കിലും കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഒരു തരം ജ്യൂസ് ഉണ്ടായിട്ട് വരും. ഞാനിപ്പോൾ ഇത് വൈകുന്നേരം വെച്ചിട്ട് ഇതിപ്പോൾ രാവിലെ എടുക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, രാവിലെ ആയപ്പോഴേക്കും കണ്ടോ ഈ തുണിയും കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മിക്കവാറും ഇത് നിറഞ്ഞ് കവിഞ്ഞ് പോയി എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും പോയിട്ടില്ല. നമ്മൾ അത്യാവശ്യം നല്ല ആഴമുള്ള രീതിക്കാണ് കുഴി എടുത്തിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇതിനകത്തൊരു 3/4 ഭാഗത്തോളം വെള്ളം ആയിട്ടുണ്ട്. ഈ വെള്ളം നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഔഷധ വെള്ളം എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ഗ്രാമ്പു ഇട്ടായിരുന്നു, ജീരകം ഇട്ടായിരുന്നു.
ഇനി നമുക്കിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക്, നല്ല കണ്ണുനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ ഇത്. രാവിലെ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചേച്ചിട്ട് പണിക്കൊക്കെ ഇറങ്ങുവാണെങ്കിലുണ്ടല്ലോ നല്ലൊരു ഉന്മേഷമാണ്, നല്ല അടിപൊളിയാണ്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും അങ്ങനെ പറയാനായിട്ടില്ല. നമ്മൾ സാധാ വെള്ളം കുടിക്കുന്നത് പോലെ ഉള്ളൂ. കമർപ്പോ ഒരു ചുവ വ്യത്യാസവും ഇല്ല കേട്ടോ. ഒരു സാധാ വെള്ളം കുടിക്കുന്ന മാതിരി. നമ്മളിതിനകത്തേക്ക് കൽക്കണ്ടമോ പഞ്ചസാരയോ ഒക്കെ ചേർത്തിരുന്നെങ്കിൽ കുറച്ചൊരു ലൈറ്റായിട്ടൊരു മധുരമൊക്കെ ഉണ്ടായേനെയായിരുന്നു. ഇപ്പോൾ മധുരവും ഇല്ല, പുളിയില്ല, കമർപ്പില്ല, ഒന്നുമില്ല. സാധാ നമ്മൾ പച്ചവെള്ളം കുടിക്കുന്ന മാതിരിയാണ്. പക്ഷേ നല്ല ഹെൽത്തിയാണിത്. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ ഈ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്, നല്ല ആരോഗ്യമാണ്. അപ്പം എന്നും നമുക്ക് പിന്നെ ഈ വെള്ളം കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഇതുപോലെ വാഴയൊക്കെ വെട്ടുന്ന സമയത്ത് ഒരു തവണ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കുടിക്കുക കേട്ടോ. പിന്നെ വിഷം അടിച്ച വാഴയുടെ ഒന്നും എടുത്തേക്കരുത്. ചാണകപ്പൊടിയോ വല്ല ജൈവവളമോ ഒക്കെ ചേർക്കുന്ന വാഴയുടെ മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ടിപ്പ് നമ്പർ 5, ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് 3 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിങ്ങനെ ഒന്ന് നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹാൻഡ് വാഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് വാഷ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിരത്തി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിലോട്ട് വെച്ച് കഴിഞ്ഞു പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണങ്ങി കിട്ടും. അപ്പം ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് സിസർ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് എന്തിനാണെന്ന് കൂടി പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സോപ്പോ ഒന്നും സ്കൂളിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി ചെറിയ പീസുകളായി കട്ട് ചെയ്ത് കുഞ്ഞുങ്ങളുടെ ബാഗിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ കൈ കഴുകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒരു ഹാൻഡ് വാഷ് പോലെ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്കിതുപോലെ ഒരു ചെറിയൊരു പീസ് നമ്മുടെ കയ്യിൽ വെച്ചേക്കുകയാണെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. നല്ല പതയുണ്ട് ഇതിന്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഉണങ്ങണം കേട്ടോ. ഉണങ്ങിയിട്ട് നമ്മളിത് കട്ട് ചെയ്ത് നല്ല ഒരു എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലാക്കി ഇതുപോലെ ഒന്ന് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്ക് പല യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊന്ന് കൈ കഴുകണമെന്നൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ അമ്മമാരെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.